തോരനും മെഴുക്കുവരട്ടികളും ഒക്കെ നമ്മുടെ വീടുകളിലെല്ലാം ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഓരോ വീടുകളിലും കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമാണ്. കുക്ക് ചെയ്യുന്ന രീതിയും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ വേർഷനിലുള്ള ഒരു ഏത്തക്ക മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഏത്തക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 2 കായാണ്. നല്ല വിളഞ്ഞ ഇച്ചിരി വലിയ കായ 2 ഉപയോഗിച്ചിരിക്കുന്നത്. നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പലതരത്തിൽ പലയിടത്തും പല രീതിയിലാണ് അരിയാറ്. ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടുക്കാറ്. ആദ്യം കായ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചതച്ച മുളക്, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. വാഴയ്ക്ക് ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. അവിടെ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. നോക്കിയാൽ അവിടെ ഇത്രയും വെള്ളമേ ഉള്ളൂ. വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങി. നമുക്കിനി അടച്ചു വെച്ചത് വേവിക്കാം. വെള്ളമൊക്കെ പറ്റി ഏത്തക്കയൊക്കെ അത്യാവശ്യം വെന്തു. ഓഫ് ചെയ്യാം. ഇപ്പം ഏത്തക്കയിൽ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒരു അത്യാവശ്യം ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒലത്തിയെടുക്കണം. ഒലത്തിയെടുക്കാനായിട്ട് ഒരു കടായിൽ കുറച്ച് എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒതുക്കിയെടുക്കാനായിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ഒരു 15 അല്ലിയോളം വെളുത്തുള്ളി ഉണ്ട്. 15-20 അല്ലി ഉണ്ടാവും. നന്നായിട്ട് വെളുത്തുള്ളി ഇടും വലത്താനായിട്ട്. 1.5 ടീസ്പൂൺ കുരുമുളക്, കുറച്ച് ചുമന്നുള്ളി ഒരു 15 അല്ലി ഉണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുക. ഒരുപാട് അരിഞ്ഞു പോകരുത്. ഇതേപോലെ ചതച്ചെടുത്താൽ മതി. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഈ ചതച്ച ഇൻഗ്രീഡിയൻസ് ആദ്യം ചേർക്കാം. തീ കുറച്ചാണ് വെച്ചേക്കുന്നത്. മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടുതലുള്ളതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. അതുകൊണ്ട് നന്നായിട്ട് ഇട്ടേക്കുന്നത്. പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരണം. ഒരു മൂത്ത മണം വരണം. വെളുത്തുള്ളി ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച മുളക്, ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചേക്കുന്ന ആദ്യം എരിവില്ലാത്ത മുളകാണ്. അതുകൊണ്ടാണ് കൂടുതലിടുന്നത്. എരിവ് കണക്കാക്കി ഉപയോഗിക്കുക. എന്നിട്ട് 1.25 ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചേർക്കുകയാണ്. പിരിയമുളകാണ് ചതച്ചെടുത്തേക്കുന്നത്. കൂടാതെ കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കായ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് ഒലത്തിയെടുക്കുക. അപ്പോൾ കായ ആയതുകൊണ്ടും കൂടിയാണ് ഇച്ചിരി എണ്ണ കൂടുതലാണ് ഉപയോഗിച്ചേക്കുന്നത്. നന്നായിട്ട് ഒലന്ന് വരണം. ചിലർക്ക് നല്ല മൊരിഞ്ഞ് വരണം. ആ രീതിയിലാണ് കുറച്ച് കൂടുതൽ നേരം ഇട്ട് ഇതൊക്കെ എണ്ണയ്ക്കകത്ത് കിടന്ന് മൊരിച്ചെടുക്കുക. നന്നായിട്ട് എണ്ണ ഉണ്ടെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. ആദ്യം എണ്ണ വേണ്ടാത്തവരാണെങ്കിൽ എണ്ണ കുറയ്ക്കുക. ജസ്റ്റ് ഇട്ടൊന്ന് കോട്ട് ചെയ്തൊക്കെ എടുത്താലും മതി. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. അപ്പോൾ കുറച്ചൊന്ന് മൊരിയണം. കുറച്ച് സമയം എടുക്കും. ചെറിയ ഫ്ലെയിമിലിട്ട് ഇതൊക്കെ കിടന്ന് മൊരിയട്ടെ. ഈ കായ്ക്ക് ഇച്ചിരി ഉപ്പ് കുറവെന്ന് തോന്നുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യുവാണ്. അപ്പോൾ എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക. ചെറിയ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ചെറിയ ഫ്ലെയിമിൽ കിടന്ന് ഇതൊക്കെ ഒലരുമായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഒലന്നിട്ടുണ്ട്. നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം.
നമ്മുടെ ഏത്തയ്ക്ക മെഴുക്കുപുരട്ടി റെഡിയാണ്. അപ്പം നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ച് കണ്ടപ്പോൾ വലിയൊരു ക്വാണ്ടിറ്റി ആണെന്ന് തോന്നിയാലും അത് ഒലന്ന് വന്നപ്പോഴത്തേക്ക് ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ വെളുത്തുള്ളിയുടെയും ആ കുരുമുളകിൻ്റെയൊക്കെ ഫ്ലേവർ മുമ്പിൽ നിൽക്കും. ആ രീതിയിലാണ് നമ്മളിതിൻ്റെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തൈരും ചമ്മന്തിയും വാഴക്ക മെഴുക്കുപുരട്ടി കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റി കോമ്പിനേഷനാണ്. കൂടാതെ ഇറച്ചി വളർത്തിയതിൻ്റെ കൂടെ മീൻ വറുത്തതിൻ്റെ കൂടെയൊക്കെയും വാഴക്ക മെഴുക്കുപുരട്ടി നന്നായിട്ട് പോകും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.